എൻ്റെ എന്നല്ല മറ്റ് ആരുടെ ആയാലും റീല് കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ നമ്മളൊരു രാജ്യത്തോട്ട് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോട്ട് മൂവ് ചെയ്യുന്ന ഡിസിഷൻ നമ്മൾ ഇനി അത് വേണ്ട അവരത് മോശമായിട്ട് പറഞ്ഞെന്നോ നമ്മൾ ഡിസിഷൻ എടുക്കരുത്. കാരണം അവരുടെ സെയിം സിറ്റുവേഷൻ ആണോ നമ്മുടേത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ സെയിം ഓക്യുപ്പേഷൻ ആണോ നമ്മുടേത്, അവരെ പോയ അതേ ഏരിയയിലാണോ നമ്മൾ പോകാൻ പോകുന്നത്, പിന്നെ അവരുടെ സെയിം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണോ നമ്മുടേത്, അവരുടെ സെയിം ബാധ്യതകളാണോ നമുക്കുള്ളത്, അങ്ങനെ ഫൈനാൻഷ്യൽ ബേർഡൻ ആയാലും നമ്മുടെ ഫുഡ് പ്രിഫറൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടേതും അവരുടെയും സെയിം ആയിരുന്നാൽ മാത്രമേ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ സെയിം സിറ്റുവേഷനാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും. അപ്പം എപ്പോഴും പിന്നെ അതിനേക്കാളൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഏത് വിസയിലാണ് ഓസ്ട്രേലിയയിൽ വരുന്നതെന്നുള്ളത്. ആ ഒരു വിസ എന്ന് പറയുന്ന ഫാക്ടറിന് ഒരുപാട് സെക്യൂർഡ് ഫീലിങ്ങും വൾണറബിൾ ഫീലിങ്ങും നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പം ആ ഒരു സെക്യൂരിറ്റിയും വളറബിലിറ്റിയും എല്ലാം ഈ ഒരു വിച്ച് വിസ ആർ യു ഇൻ ഓസ്ട്രേലിയ എന്നുള്ള കാര്യത്തിൽ ഒരു മേജർ ഫാക്ടറാണ് ഏത് വിസയിലാണ് നിങ്ങൾ വന്നേക്കുന്നത് എന്നുള്ളത്. ഞാൻ വന്നേക്കുന്നത് 190 വിസയിലാണ്. അതൊരു സ്റ്റേറ്റ് നോമിനേറ്റഡ് വിസയാണ്. പെർമനൻറ്റ് റെസിഡൻറ്റ് ആയിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നത്. അപ്പം ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്ത് വന്നേക്കുന്ന പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ള വിസയാണ്. അപ്പം നമുക്ക് ഒരു ഫ്രീഡം ഓഫ് വർക്ക് ഉണ്ട്. അങ്ങനെ അതായത് പല ടൈപ്പ് വിസകളുണ്ട്. വിസനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ വിസ പ്രോസസ്സിങ് തന്നെയല്ല ചെയ്തത്, ഞാൻ ഏജൻസി ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ ഏജൻസിയുടെ കാര്യങ്ങളും വിസയുടെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം.